മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് ആപ്പിൾ ടി പ്ലസിൻ്റെ ഒരു സീരീസാണ്. ഒരു യൂഷ്വലി കാണുന്ന സീരീസ് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ കാണാൻ പോകുന്നത്. ഓക്കെ, ഇത് ഗോഡ്സില്ല ഉണ്ട്, അപ്പം മോൺസ്റ്റർ വേഴ്സിനകത്ത് വരും, പക്ഷേ ഇതൊരു സ്റ്റാൻഡ് അലോൺ സീരീസ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് കാണാൻ പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു പ്രതീക്ഷകളല്ല ഈ ഒരു സീരീസ് തെറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മോൺസ്റ്റർ വേഴ്സ് ഉണ്ട്, അതായത് കിങ് ഓങ് വേഴ്സസ് ഗോഡ്സില്ല, ഇനി വരാൻ പോകുന്ന നവംബർ, ആ ഒരു ടൈം ലൈൻ ഉണ്ട്. ആ ഒരു ടൈം ലൈനിലെ ഇടയ്ക്ക്, അതായത് ഗോഡ്സില്ല പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഗോഡ്സില്ല 2015 ഗോഡ്സില്ല ഉണ്ടല്ലോ, ആ ഒരു ഗോഡ്സില്ല റിലീസായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ G-Day സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ലൈനിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. പക്ഷേ ഇത് അവസാനിക്കുന്നത് ആ ഒരു ഗോഡ്സില്ല വേഴ്സസ് കിങ് കോങ്ങിന് മുൻപുമാണ് അവസാനിക്കുന്നത്. അപ്പം അങ്ങനെ പോകുന്ന ഒരു ടൈം ലൈനിലാണ് ഈ ഒരു സ്റ്റോറി സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഒരു മോൺസ്റ്റർ വേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ ഗോഡ്സില്ലേ കാണിക്കും, ഗോഡ്സില്ലയും അല്ലെങ്കിൽ വേറെ ആരുമായിട്ടുള്ള ഫൈറ്റൊക്കെ നടക്കുന്നതെന്ന് വിചാരിച്ചൊന്നും പോകരുത്. ഇത് ഗോഡ്സില്ല സ്റ്റോറി അല്ല. പക്ഷേ കാണിച്ചിരിക്കുന്നത് ഗോഡ്സില്ല അവർ നല്ല വൃത്തിയായിട്ട് തന്നെ ആപ്പിൾ ടി പ്ലസ് കാണിച്ചിട്ടുണ്ട്. അതിപ്പം ആപ്പിൾ ടി പ്ലസിൻ്റെ സീരീസ് ആയതുകൊണ്ട് തന്നെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്തേ പോവുള്ളൂ. ആ ഒരു ക്വാളിറ്റി അവർ കീപ്പ് ചെയ്യുമെന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷേ ആ ഒരു ക്വാളിറ്റി അവർ കീപ്പ് ചെയ്ത് തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പം ഇത് ആ ഒരു മൊണാർക്ക് എന്താണ്, മൊണാർക്കിൻ്റെ ലെഗസി എന്താണ്, മൊണാർക്ക് ആരാണ് ഫൗണ്ട് ചെയ്തത്, മൊണാർക്കിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, അവരുടെ അച്ചീവ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഗോൾസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് അവർ ഈ ഒരു സീരീസിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഒരൊറ്റ ക്യാരക്ടറിനെ മാത്രമേ നമ്മൾ എവിടെയെങ്കിലും കണ്ട് റെഫറൻസ് പറയാൻ പറ്റുള്ളൂ. അത് വില്യം ബ്രാൻഡെയാണ്. സ്കൾ ഐലൻഡിൽ കാണിക്കുന്നുണ്ട് വില്യം ബ്രാൻഡെ, മൊണാർക്കിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഇനി വരാൻ പോകുന്ന സീരീസ് സിനിമ കാണുന്ന സമയത്ത്, ന്യൂ എംപയർ കാണുന്ന സമയത്ത് മൊണാർക്ക് എന്താണെന്നും അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ ആകുമ്പോൾ മനസ്സിലാവും. ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മോൺസ്റ്റർ വേഴ്സിൽ ഇപ്പോൾ ഒരു ഗോഡ്സില്ല വന്നു അല്ലെങ്കിൽ ഒരു കിങ് കോങ് വന്നു, ഇത് തമ്മിലൊന്നും കണക്ഷൻ ഇല്ല. ഇതൊരു ടൈറ്റൻ അല്ലെങ്കിൽ ഒരു മോൺസ്റ്റർ വേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന സിനിമകളാണെന്നല്ലാതെ ആ ഒരു കിങ് കോങ് വേഴ്സസ് ഗോഡ്സില്ല വന്നപ്പോഴാണ് പിന്നെയും കുറച്ചെങ്കിലും കണക്ഷൻസ് വരുന്നത്. ഇനി അങ്ങോട്ട് അങ്ങനെയല്ല, നമ്മൾ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവും ഈ സ്റ്റോറി എങ്ങനെയാണ് പോകുന്നത്, മൊണാർക്ക് എന്താണ് എന്നൊക്കെ ഉള്ളത്. അതൊക്കെയാണ് ഈ ഒരു സീരീസിനകത്ത് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ 2015 മുതൽ 2017 വരെ 2 വർഷ കാലയളവിൽ നടക്കുന്ന സ്റ്റോറി. പക്ഷേ അത് ആ ഒരു 2 വർഷത്തെ കാലയളവാണെങ്കിലും ഇത് പാസ്റ്റ് കുറേ കാണിക്കുന്നുണ്ട്. 1950, 80, 90 അങ്ങനെ കുറേ കാലങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം നോൺ ലീനിയറായിട്ടാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത്. അതായത് ഇവർക്ക് പഴയ സ്റ്റോറിയും കാണിക്കണം, പുതിയ സ്റ്റോറിയും കാണിക്കണം. അപ്പം നോൺ ലീനിയറായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ചില സമയങ്ങളിൽ കൺഫ്യൂസിങ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ക്യാരക്ടേഴ്സൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാവും. പല ക്യാരക്ടേഴ്സും ഇപ്പം അതായത് പ്രസൻറ്റിൽ കാണിക്കില്ല, പാസ്റ്റിൽ കാണിച്ച പല ക്യാരക്ടേഴ്സിനകത്ത് ലീഷോയുടെ ക്യാരക്ടർ തന്നെയാണ് ആകെ 2 ഇടത്തും കാണിക്കുന്നുള്ളത്. പ്രായമായതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതുമാണ്. അപ്പം ഈ ഒരു ഷോയിൽ ആ ഒരു മൊണാർക്ക്, അതേപോലെ തന്നെ പാരലൽ വേൾഡ്, നമ്മൾ കിങ് കോങ് വേഴ്സസ് ഗോഡ്സില്ലയിൽ കണ്ടതാണ് ഒരു പാരലൽ വേൾഡ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെയും നമ്മളെയും തമ്മിലുള്ള ഒരു ടൈം ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അവിടെ ടൈം പോകുന്ന ആ ഒരു രീതിയിലല്ല, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ നമ്മൾ ഇൻ്റർസ്റ്റെല്ലർ കണ്ടപ്പോൾ പറഞ്ഞതാണ്, ടൈം പോകുന്നത് വ്യത്യാസമാണ്, അതായത് പ്രായമാകുന്നത് തമ്മിലുള്ളത്. ഇപ്പം എർത്തിലെ 50 വർഷം എന്ന് പറയുന്നത് അവിടെ ചിലപ്പം 40-30 ദിവസമായിരിക്കും. ആ ഒരു സാധനമൊക്കെ ഈ ഒരു സീരീസിനകത്ത് കാണിക്കുന്നുണ്ട്. ഒരു നോൺ ലീനിയറായിട്ട് പോകുന്നുണ്ടെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആയി, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ഒരു രീതിയിലൊക്കെ പോകുന്നൊരു നല്ല കൺഫ്യൂസിങ് രീതിയിലേക്ക് ഈ ഒരു ഷോയുടെ ക്ലൈമാക്സിലൊക്കെ ആകുമ്പോൾ പോകുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സ് കൊണ്ടു നിർത്തിയത് വളരെ ഭയങ്കര രസകരമായിട്ട്, അതായത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇവരെന്തായിരിക്കും ഒരു ക്ലൈമാക്സിൽ കാണിക്കണമല്ലോ, എന്തെങ്കിലും ക്ലൈമാക്സിൽ വേണമല്ലോ എന്നുള്ളത്. ക്ലൈമാക്സ് ഒരാളെ കാണിക്കും, അത് ഞാൻ പറഞ്ഞ ആ ഒരു സർപ്രൈസ് കളയുന്നില്ല. പക്ഷേ അത് ഒരു കിടല സാധനമാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ. അതായത് ഗോഡ്സില്ലേ കാണിച്ച് തുടങ്ങിയിട്ട് ഈ ആളെ ഇതിനകത്ത് കാണിക്കുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അത് ഒരു അടിപൊളി ഒറ്റ സീനേ ഉള്ളെങ്കിലും തകർത്തു എന്നൊക്കെ പറയില്ലേ, ഗസ്റ്റ് റോളിലോ ക്യാമിയോ റോളിലൊക്കെ വന്നെന്ന് പറയുന്ന പോലെയാണ് പുള്ളിക്കാരൻ വന്നിട്ട് പോയത്. അപ്പം അങ്ങനെ പോകുന്നു. ഇതിനകത്ത് മൊണാർക്ക് എന്താണ്, മൊണാർക്ക് ഇപ്പം എങ്ങനെയാണ്, മൊണാർക്കിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് കാണിച്ചു പോകുന്നത്. അപ്പം ഈ വില്യം ബ്രാൻഡയും കേക്കോയും ലീ ഷോയും കൂടെയാണ് ഈ ഒരു ഫൗണ്ടേഷൻ തുടങ്ങുന്നത്. അതായത് മൊണാർക്ക് എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ടൈറ്റൻസിനെ പഠിക്കാനായിട്ട് അവർ തുടങ്ങുന്നു. അതെങ്ങനെ പോകുന്നു, ഇതിനിടയ്ക്ക് കേക്കോ അതായത് ഈ ഒരു സിങ്ക് ഹോൾ ഉണ്ടല്ലോ, ആ ഒരു സിങ്ക് ഹോളിൽ പോകുന്നു. അപ്പം മരിച്ചു എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം വർഷങ്ങൾ കഴിയുമ്പം ആണ് ഈ ഒരു കേക്കോയുടെ മകനായിട്ടുള്ള ഹിറോഷി വലുതാവുന്നു. ആ ഒരു ഹിറോഷിയൊക്കെ ഗോഡ്സില്ലയിൽ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അത് ഒന്നുകൂടെ കാണേണ്ടി വരും. കാരണം നിങ്ങൾ ഈ ഒരു സീരീസ് കാണുന്നതിന് മുമ്പേ കിങ് കോങ് സ്കൾ ഐലൻഡും ഗോഡ്സില്ലയും കണ്ടിട്ട് വന്നായിരിക്കും നല്ലത്. ചിലപ്പോൾ കുറച്ചും കൂടെ സ്റ്റോറി മനസ്സിലാക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ പോകുന്നു. അപ്പം ഈ കേക്കോയുടെ, അതായത് ഹിറോഷിയുടെ മക്കളായിട്ടുള്ള
കെയ്റ്റും അതേപോലെ തന്നെ കെൻഡാരോയും കൂടെയാണ്. അച്ഛൻ മരിച്ചു എന്ന് വിചാരിക്കുന്നു. അതായത് ഹിറോഷിയെ കാണുന്നില്ല, അപ്പോൾ ഹിറോഷിയെ തപ്പി ഇറങ്ങുന്നു. ഇവർക്കൊരു വലിയൊരു ബോക്സ്, അതായത് കുറേ ഫയലുള്ള അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡിങ്സ് കിട്ടുന്നു. അതെന്താണെന്ന് അറിയാൻ പോകുന്നു. അപ്പോഴാണ് മൊണാർക്കിനെ പറ്റി അറിയുന്നത്. മൊണാർക്ക് ഇവരെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് ആരാണ് വില്ലൻ, മൊണാർക്ക് എന്താണ്, മൊണാർക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്താണ്, അങ്ങനെ കുറേ കൺഫ്യൂസിങ് ആയിട്ട് പോകുന്നു. അതിനിടയ്ക്ക് ഇവർ പോയി ലീഷോയെ കാണുന്നു. അങ്ങനെ ഷോയും ഇവരും കൂടെ ഇത് തപ്പി മൊണാർക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗോഡ്സിലേക്ക് തപ്പി ഇറങ്ങുന്നതും ഗോഡ്സില്ല 1-2 സീനിലേ ഉള്ളെങ്കിലും തകർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഒരു നോർമൽ സീരീസിൽ തുടങ്ങിയിട്ട് ഭയങ്കര രീതിയിൽ കൺഫ്യൂസിങ് ആയി പോകുന്നു. നമ്മളിത് ഓരോന്ന് ഇപ്പം ചുരുളഴിയുന്ന രഹസ്യങ്ങളെന്നൊക്കെ പറയുന്ന പോലെ ഓരോ സീക്രട്സ് അൺവീൽ ചെയ്ത് പോകുന്നു. ക്ലൈമാക്സിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് മൊത്തത്തിൽ നമുക്കൊരു അവിയൽ പരുവത്തിൽ കൊണ്ട് നിർത്തുന്നു. പക്ഷേ ക്ലൈമാക്സ് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിരുന്നു. ആ ഒരു ഞാൻ പറഞ്ഞൊരു പർട്ടിക്കുലർ സീൻ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ VFX പറയാനില്ല. ഗോഡ്സില്ലയൊക്കെ പണ്ട് ഇരുട്ടത്താണ് കാണിക്കുന്നതെന്ന് പറയുന്നത് പകൽ വെളിച്ചതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ജീഡേ കൊണ്ടുണ്ടാവുന്ന ഇവർക്കുണ്ടാവുന്ന ആ ഒരു പ്രശ്നങ്ങളും ഇവർ മൊത്തത്തിൽ, അതായത് ഈ ഹെൻഡാരയ്ക്ക് 2 ഭാര്യമാരുണ്ട്, ഇവർ തമ്മിൽ അറിയുന്നില്ല. ഈ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇവർ 2 പേരാണ്, സ്റ്റെപ്പ് ബ്രദേഴ്സാണ്, സിബ്ലിങ്സാണ്. അങ്ങനെ ഇതാവുന്നു. ഇവർ തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. മെയ് എന്ന് പറയുന്ന കെൻഡാരോയുടെ ഫ്രണ്ട് വരുന്നു. അത് മൊത്തത്തിലൊരു അവിയൽ പരുവായിട്ട് കിടക്കുന്നു. പിന്നെ മൊണാർക്ക് ഇതിനിടയ്ക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. മൊണാർക്കിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യണം, അതുപോലെ ഇവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തിനാണ് ഗോഡ്സില്ല വരുന്നത്, ഇനി ഗോഡ്സില്ലയുടെ അപ്പിയറൻസ് എങ്ങനെ ആയിരിക്കും, ഇനിയൊരു ജീഡേ ഉണ്ടാകും, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക, അങ്ങനെ കുറേ സാധനങ്ങൾ പറഞ്ഞു പോകുന്നു. ഇതിനിടയ്ക്ക് ഞാൻ ഈ ഒരു ക്ലൈമാക്സിലേക്ക് ചെല്ലുമ്പോൾ ഇവർ ഈ ഒരു സിംഗോളിനകത്ത് വീഴുന്നു, അല്ലെങ്കിൽ ഒരു പാരലൽ വേൾഡിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും ഓക്കെ ഇത് ഭയങ്കരമായ എന്തോ സാധനങ്ങളിലൊക്കെ പോകുന്നു. ഇത് അവിടുത്തെ ടൈം ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്. നമ്മുടെ എർത്തിൽ കുറച്ചും കൂടെ സ്പീഡിലായിരിക്കും പോകുന്നത്. അതായത് ടൈം വേരിയൻസ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഇൻഡർസ്റ്റെല്ലാറിനകത്ത് കണ്ടതാണ്. ആ ഒരു ടൈപ്പ് സാധനമൊക്കെയാണ് ഇതിനകത്തും കാണിക്കുന്നത്. ഞാൻ വിചാരിച്ച് കുറച്ചും കൂടെ ടൈം ട്രാവലൊക്കെ കാണിക്കാം, പക്ഷേ ഒരു ടൈം ട്രാവൽ കാണിക്കാനുള്ള സ്കോപ്പില്ല. അല്ലാതെ തന്നെ ഇവർ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഒരു ഗോഡ്സില്ല, അതായത് ന്യൂ എംപയർ എന്നുള്ള സാധനത്തിൽ ആ ഒരു ഇതിലേക്ക് വരുമ്പം എന്തായിരിക്കും ഇനി സംഭവിക്കുന്നതെന്നൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും എന്നുള്ളതാണ്. കാരണം മൊണാർക്കിനെ പറ്റിയൊന്നും ഇതുവരെ നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. എന്താണ് മൊണാർക്ക് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് വെറുതെ കാണിച്ചു പോകുന്നു എന്നല്ലാതെ ഒന്നുമില്ല. പക്ഷേ ഇത് കുറച്ചും കൂടെ ക്ലാരിറ്റി ഒരു മോൺസ്റ്റർ വേഴ്സിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള സിനിമകൾ വരുമ്പോൾ, മോൺസ്റ്റർ വേഴ്സിലെ സിനിമകൾ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളത് ഈ ഒരു സീരീസ് കണ്ടപ്പം നമുക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. അപ്പം ഇത് കുറച്ച് സ്റ്റോറിയാണ്. അപ്പം മറ്റേ ആക്ഷൻ സീക്വൻസുകൾ മാത്രം പ്രതീക്ഷിച്ച് ഈ ഒരു സീരീസ് കാണാൻ പോകരുത്. ഒരു സ്റ്റോറി ഈ ഒരു മോൺസ്റ്റർ വേഴ്സിലെ കുറച്ചും കൂടെ ഡെപ്തായിട്ട് അറിയണം എന്നുള്ളവർക്ക് കാണാൻ പറ്റുന്ന, എന്നാൽ ഒട്ടും ബോറടിപ്പിക്കാണ്ട് 10 എപ്പിസോഡ് കൊണ്ടുപോകുന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഒറിജിൻ സ്റ്റോറിയെ കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ ബോറടിക്കും. പക്ഷേ ഇതിനകത്ത് ഓരോ എപ്പിസോഡും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കാണിക്കും ഇവർ. ഇപ്പം ഗോഡ്സില്ല കാണിച്ചില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈറ്റിനെ ഇടയ്ക്ക് കാണിക്കും. അങ്ങനെ മൊത്തത്തിലൊരു രസകരമായിട്ട് കൊണ്ടുപോകുന്നു. ഇടയ്ക്കൊന്ന് 2 വട്ടം ഗോഡ്സിലേക്ക് കാണിക്കുന്നുണ്ട്. ജീഡയൊക്കെ പഴയ ജീഡയെ കാണിക്കുന്നുണ്ട്. ആ വില്യം റാൻഡെ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നുണ്ട്, പഴയ ഒരു മറ്റേ സ്കൾ ഐലൻഡിലെ സാധനം. അപ്പോൾ സ്കൾ ഐലൻഡിൽ ആ ഒരു പാർട്ട് കഴിഞ്ഞ്, സ്കൾ ഐലൻഡ് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സാധനം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. അങ്ങനെ ഒരു ടൈം ലൈനിലാണ് ഈ ഒരു സാധനം പോകുന്നത്. മൊത്തത്തിൽ അവിയൽ ടൈം ലൈനിലാണ് ഈ ഒരു സാധനം പോകുന്നത്. അപ്പം ജീഡയും കഴിഞ്ഞു, സ്കൾ ലൈനിലെ ഒരു ടൈം ലൈനും കഴിഞ്ഞിട്ടാണ് ഇത് നടക്കുന്നത്. അങ്ങനെ പോകുന്ന ഒരു അടിപൊളി സീരീസാണ്. ഇതിൻ്റെ VFX സൈഡിലോട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഒട്ടും നമുക്ക് അതിനെപ്പറ്റി ഒന്നും മോശം പറയാൻ പറ്റത്തില്ല. മൊത്തത്തിൽ പെർഫോമൻസ് ആയാലും സ്റ്റോറി ലൈൻ ആയാലും അടിപൊളിയായിട്ട് തന്നെയാണ്. Apple TV+ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം അത് ഇത്രയും കില്ലുമായിട്ട് ചെയ്തത്. എന്തായാലും നിങ്ങൾ കാണാനാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. വലിയൊരു ബിഗ് സ്ക്രീനിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പം അടുത്ത ന്യൂ എംപയർ വരുമ്പോൾ നമുക്കിനി എന്താണ് ഗോഡ്സില്ല കാണിക്കുന്നതെന്ന് അറിയാം. കിങ് കോങ്ങിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇത്രയാണ്